കാമുകനും കാമുകിയും. അപ്പോൾ ഒരു വലിയ വിഷയമാണിത്. കാരണം എനിക്കൊരു 50ഓളം കാമുകന്മാരെ നമുക്കറിയാം. ഈ ഒരു പ്രായം കൊണ്ടല്ല, മറിച്ച് കാലക്രമേണ ഇത്രയും ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും, അപ്പോൾ അതിൽ 50ഓളം കാമുകന്മാരിൽ അതിലധികം 50-ലധികമായി, ഏകദേശം 50-ലധികം കാമുകന്മാർ നമ്മൾ പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഭയങ്കരമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബന്ധമാണ് അവിടെ. അത് എത്രത്തോളം അവരുടെ സ്നേഹമുണ്ടെന്ന് വെച്ചാൽ, ആ സ്നേഹത്തിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ രാവിലെ ഒരു കാമുകയെ വിളിക്കുകയാണ്. ഇപ്പോൾ രാവിലെ നമുക്കറിയാം, ഉറങ്ങിയാൽ ഒരു മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ വ്യത്യാസം ഉണ്ടാവും. വളരെ ഡൗണിലായിരിക്കും നമ്മളെ മൈൻഡ് സെറ്റില്ലത്. അപ്പോൾ ആ രാവിലെ വിളിക്കുന്ന സമയത്ത് പോലും ഒരു കാമുകയെ വിളിക്കുമ്പോൾ നമ്മൾ പരസ്പരം ചോദിക്കുകയാണ്, എന്ത് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഞാൻ ഇല്ലതെന്ന് നീ പറയും. കാമുകി ഇങ്ങനെ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കാമുകൻ പറയുകയാണ്, നീ ഇന്ന രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്, ഇന്ന കളറാണ് ധരിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അതെങ്ങനെ ഇത്രയും കറക്റ്റായിട്ട് കാണുന്ന പോലെ ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ കാമുകി അത്ഭുതപ്പെടുകയാണ്, ഇതെങ്ങനെ സംഭവിക്കുന്നു, അയ്യോ എൻ്റെ കാമുകൻ ഭയങ്കര കഴിവാണ്. അത്രയും സംഭവം മാനസികമായ അവരുടെ അടുപ്പമാണ് കാണിക്കുന്നത്. അത്രയും അടുപ്പത്തിലാണ് അവരുള്ളത്. അതുപോലെ ഇന്നൊരാളുടെ സംഭവം. അപ്പോൾ ഇങ്ങനെ കാമുകി അല്ലെങ്കിൽ കാമുകൻ്റെ ഒരു കൂട്ടുകാരി പ്രസവിക്കുകയാണ്. നമുക്കറിയാം, പ്രസവിച്ചതൊന്നും ഒരാൾക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കുട്ടി ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ. അപ്പോൾ 10 മാസം വരെ ഭാര്യയ്ക്കും ഭർത്താവിനും പോലും അറിയില്ല ഇത് സംഭവം. അപ്പോൾ ഈ ഒരു കാമുകൻ ചോദിക്കുകയാണ്, എന്താണ് ആ കുട്ടി, എന്തായിരിക്കും എന്ന് കാമുകിയോട് വെറുതെ ചോദിക്കുകയാണ്. അപ്പോൾ കാമുകി പറയുകയാണ് കാമുകനോട്, അത് ഇന്ന കുട്ടിയായിരിക്കും, ആൺകുട്ടിയായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. ആൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു. അവർ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പ്രസവം നടന്നു ഈ കുടുംബത്തിൽ. അപ്പോൾ ഇവർ പരസ്പരം, നിനക്ക് എങ്ങനെ അങ്ങനെ സാധിക്കുന്നു ഇത്ര കൃത്യമായി പറയാൻ. ഇവിടെ ഒരു ബൗണ്ട്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെ ഒരു ബൗണ്ട്, ഭയങ്കരമായ ബൗണ്ട് കാമുകൻ തമ്മിലുണ്ടാവുകയാണ്. അപ്പോൾ വളരെ കൃത്യമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം, എനിക്കിവിടെ പോകാൻ പറ്റുന്നില്ല, അവിടെ പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോഴേക്കും അതിന് കൃത്യമായൊരു സൊല്യൂഷൻ, കൃത്യമായൊരു മറുപടി കൊടുക്കുന്നുണ്ട് കാമുകൻ അല്ലെങ്കിൽ കാമുകി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? അത്രയും പരസ്പരം ബന്ധപ്പെട്ടവർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതങ്ങനെ കൊടുക്കാൻ പറ്റുന്ന. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് മാതാവിനെ വേണ്ട, പിതാവിനെ വേണ്ട, പിന്നെ ആങ്ങളെ വേണ്ട, അതൊരവസ്ഥ കാമുകന്മാർക്കുണ്ട്. അവർ ആ ലോകത്ത് അവർ മാത്രമേ ഉള്ളൂ, വേറൊന്നും അവർക്ക് കാണുന്ന പോലും ഇല്ല. ചില സമയത്ത് നമ്മളടുത്ത് പോയി ഇരുന്നു, അവർ സംസാരിക്കുന്നു, അവരതൊന്നും അറിയുന്നില്ല. അവർ ഈ ചാറ്റിങ്, നമുക്കറിയാം, ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിംഗ് ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ടെലിഗ്രാമിലുണ്ട്, പല രീതിയിലുള്ള ചാറ്റിങ്ങുകളുണ്ട്. ഏത് രീതിയിലും ഇപ്പോൾ ചാറ്റിംഗ് ഉണ്ട്, ഫോട്ടോസ് അയക്കുന്നുണ്ട്, വീഡിയോസ് അയക്കുന്നുണ്ട്, പരസ്പരം അങ്ങനെ പല രീതിയിൽ കൈമാറുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ശക്തമായ ഒരു ഇത് എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റാത്ത ഒരു ബന്ധം. ഇപ്പോൾ നമുക്ക് നമ്മൾ പറയാറുണ്ട്, ഹലാലായ ഒരു ഭാര്യ ഭർത്താക്കന്മാരുള്ള തമ്മിലെ ബന്ധം എന്താണോ, എങ്ങനെയാണോ അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, അതുപോലെ ഹറാമായ രീതിയിലുള്ളൊരു ബന്ധമാണ് അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അത്രയും കൃത്യമാണ്, ഒരേപോലെ. വ്യത്യാസമൊന്നും നമുക്ക് കാണുമ്പോൾ ഒന്നും ഇതാക്കുമൊന്നുമില്ല, പക്ഷേ മാനസികമായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ സ്നേഹബന്ധത്തിൻ്റെ മുകളിൽ ഒന്നുമല്ലാത്തൊരവസ്ഥ, ആർക്കും പരസ്പരം ഒരു വേർപിരിയാൻ പറ്റാത്തൊരു ഭയങ്കരമായ ബന്ധം അവിടെയുണ്ട്. അപ്പോൾ പലരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ബന്ധത്തിലകപ്പെട്ടു, ഒരാൾക്ക് രക്ഷപ്പെടാൻ ഒരു കാമുകി ഫൈലായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു, ഇപ്പോൾ ആത്മഹത്യ നമ്മൾ കാണാറില്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു 2 പേര് മാത്രമായിട്ടുള്ളൊരു ബന്ധം, ഒരാളെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാകരുത്. ഭയങ്കരമായ ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോകം തന്നെ ഇടിഞ്ഞു വീണു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു, അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിൽ ഇപ്പോൾ എൻ്റെ അടുത്ത ഒരാൾ മരിക്കുന്നുണ്ടായി, ഒരു സുഹൃത്ത് മരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അങ്ങനെ വരുമ്പോൾ പോലും ഒരു കുലുക്കവും, മാനസികമായ ഒരു കുലുക്കവും ഉണ്ടാവില്ല. കാരണം മാനസികമായി അത്രയും നമ്മൾ അതായത് ഒരു കുട്ടി കരയുമ്പോൾ കരഞ്ഞിരുന്ന ഞാനാണ്. ഒരു കുട്ടി കരയുമ്പോൾ അത്രയും മാനസികമായി മെൻ്റൽ ട്രെയിനിങ്ങൾ കേൾക്കുകയും സംസാരിക്കുകയും, ഒരു ക്ലാസ് കേൾക്കുകയും, ലൈവ് ക്ലാസ് കേൾക്കുകയും, അതിന് പോയി ഇന്ന് കേൾക്കുകയും, അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടാണ് ട്രെയിനിങ് എടുക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് സംഭവിക്കില്ല. അപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, എനിക്കൊന്നും ഒരു കുലുക്കവും ഇല്ലാത്ത. എൻ്റെ ഭാര്യയൊക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമുക്കൊരു സങ്കടവും ഇല്ലേ, അല്ലെ മക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഗൾഫിൽ വരുമ്പോൾ സങ്കടമുണ്ട്. അങ്ങനെ കാണിക്കാത്ത രീതിയിൽ സങ്കടം ഉണ്ടാവും. പ്രവാസ ലോകത്തൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ആ പ്രശ്നങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത് ഏത് പ്രശ്നവും മുമ്പിൽ വന്നാലും, ഇപ്പോൾ കാമുകാമൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്, അവർ തെറ്റിയ സമയത്ത് പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത്
ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി ഒരു ഉസ്താദിൻ്റെ അടുത്ത്. അപ്പോൾ അവ എന്തോ ഒരു തെറ്റി നിൽക്കുന്ന സമയത്താണ് മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്ക് ഭയങ്കരമായ ഡിപ്രഷൻ, ഉറക്കില്ലാത്ത അവസ്ഥ, എന്തും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, സ്വന്തമായി വസ്ത്രം അലക്കാനോ കുളിക്കാനോ നിസ്കരിക്കാനോ എന്തിനും ഒരു തോന്നാത്തൊരവസ്ഥ, ഒരു മൂലയ്ക്ക് ഇങ്ങനെ പതിഞ്ഞിരിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളവർക്ക്. കാരണം അത്രത്തോളം ആ ഭർത്താവിനെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യനും മരിച്ചു പോകും, ഏതൊരു അത്ര അടുപ്പിൽ ആൾ മരിച്ചു പോകും. അതുപോലെ ഏറ്റവും അടുത്ത കാമുകനായാലും വേർപിരിയുന്നൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർതിരിയുന്നില്ല, പിന്നല്ലേ കാമുകന്മാർ. അപ്പോൾ ഒരാളിൽ തന്നെ ആശ്രയിച്ച് നിൽക്കാതെ, അതായത് ഒരുപാട് കാമുകിമാരെ കാമുകനെ തേടിപ്പോകണം എന്നല്ല പറഞ്ഞു, മറിച്ച് നമ്മളെ സ്നേഹത്തെ വ്യാപിപ്പിക്കണം. മാതാവിനോടുണ്ടാവണം, പിതാവിനോടുണ്ടാവണം, മക്കളോടുണ്ടാവണം, കൂട്ടുകാരോടുണ്ടാവണം. അങ്ങനെ വെറൈറ്റി വ്യത്യാസമായി ഉണ്ടാവില്ല. ഒരുപാട് ആളുകളെ നമ്മൾ സ്നേഹിക്കണം, ഒരുപാട് കൂട്ടുകാരനെ സ്നേഹിക്കണം, മാതാവിനെയും പിതാവിനെയും. പിന്നെ ഇപ്പോൾ കാമുകന്മാരാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ മക്കളൊന്നുണ്ടാവില്ലല്ലോ. അവർ പെങ്ങന്മാരെ സ്നേഹിക്കണം, പെങ്ങളെ മക്കളെ, ഇളമാരെ മക്കളെ, അങ്ങനെ ഒരുപാട് ഒരുപാട് ബന്ധുവിലെ ആളുകളുണ്ടല്ലോ. അവരോടൊക്കെ ഭയങ്കരമായി ചാറ്റ് ചെയ്യുകയും അടുത്തിടപഴകുകയും അടുത്ത് സ്നേഹിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് വെച്ചാൽ, ഭാവിയിലൊരു പ്രശ്നം വരുമ്പോൾ, അതായത് ഈ കാമുക വിട്ടിട്ടാകുമ്പോൾ പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ഈ ഒരാൾ പോയിട്ടാകുമ്പോൾ നമുക്ക് സംസാരിക്കാനും സമാധാനം പറയാനും, നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സൊല്യൂഷൻ തേടാനൊക്കെ ആളുകളുണ്ടാവും. ഇത് ഒരാൾ തന്നെ ഫോക്കസ് ചെയ്ത് വെക്കരുത്. അത് ഭാര്യ ഭർത്താക്കന്മാരായാൽ പോലും തന്നെ. അപ്പോൾ അവളൊന്ന് അവളൊന്ന് കണ്ണു വീച്ചാൽ, അല്ലെങ്കിൽ ഞാനൊന്ന് കണ്ണു വീച്ചാൽ അവൾ ആകപ്പാടെ കരഞ്ഞ് ബേജാറായി വിഷമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ആ ഭാര്യ ഭർത്താക്കന്മാരായാലും മക്കൾ, ഇപ്പോൾ ചില മക്കൾ നമ്മളേറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്താരെന്ന് വെച്ചാൽ, ഏറ്റവും അടുപ്പുള്ളവരെ പ്രയാസപ്പെടുത്തുക. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ പ്രയാസപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല. കാരണം ഏതോ ഒരു മീനും കൊണ്ട് വന്ന ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വിൽക്കാൻ വന്ന, അല്ലെങ്കിൽ റോട്ടിലെ പോകുന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കൊരു വിഷമാകും. അവൻ പറഞ്ഞു പോയി, അവനൊരു ചൂടൻ, നമ്മൾ പറയാം അവനൊരു ചൂടൻ, അല്ലെങ്കിൽ അവനൊരു പ്രാന്തിന് ഇപ്പോൾ അത്, അല്ലെങ്കിൽ ഒരു വക്കോട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഒഴിവാക്കും. നേരെ മറിച്ച് നമ്മളെ കുടുംബത്തിലെ ആൾ, നമ്മളെ കുട്ടി മുഖത്തോക്കി എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ നമുക്കൊരിക്കലും പറ്റാത്ത ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയാം. അപ്പോൾ ഭയങ്കരമായ വിഷമമുണ്ടോ, അല്ലെങ്കിൽ ഭർത്താവ് പറയാം, ഭയങ്കരമായ വിഷമമുണ്ടോ. കാരണം എന്താ, ഒരിക്കലും നമ്മൾ മാതാവ് പറഞ്ഞു, പിതാവ് പറഞ്ഞു, അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം വളരെ വലുതാണ്. നമ്മളെ മനസ്സിൽ ഭയങ്കരമായ സ്ഥാനം അവർക്കുള്ള. അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവും, വേറെ ആൾ പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകളെ വ്യാപിപ്പിക്കുക, ഒരുപാട് ആളുകളെ സ്നേഹിക്കുക, കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഈ ഒറ്റ ഒരു ബന്ധം, ഒരു കാമുക എന്നുള്ള ആ ബന്ധം, അത് ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടാകുമ്പോൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാകുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണുന്നില്ലേ, ലോകം വ്യാപകമല്ല. നമ്മൾ പറയും ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികളുടെ ലോകത്ത് എത്ര പെൺകുട്ടികളുണ്ട്, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള സമ്പത്തുള്ള കുലീനമതിയായ അല്ലെങ്കിൽ ഭയങ്കരമായ തറവാടിത്തമുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതല്ല അവൻ്റെ മനസ്സിലാവും, പോയില്ല. അപ്പോൾ അതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക, ഒരുപാട് ആളുകൾ സംസാരിക്കുക, കുടുംബത്തിൽപ്പെട്ട ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാം. അങ്ങനെയൊക്കെ നല്ലൊരു ബൗണ്ട് സൃഷ്ടിച്ച് വെക്കുക മുന്നേ പെട്ടെന്ന്. കാരണം ഒരുപാട് കുട്ടികളാണ് എൻ്റെ സംസാരം കേൾക്കുന്നത്, യൂട്യൂബിൽ ഒരുപാട് കുട്ടികൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, അങ്ങനെ ഒരാളിൽ തന്നെ ചാഞ്ഞ് അങ്ങനത്തെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് നിരവധി ഒരുപാട് ആളുകളെ നല്ല സംസാരം, നല്ല ബന്ധമൊക്കെ വേണം, എന്നാലേ നല്ല രീതിയിൽ ഉണ്ടാവും. പറഞ്ഞ് പൂർണ്ണമായി മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.